എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് റവയും നേന്ത്രപ്പഴം കൂടെ വെച്ചിട്ട് നമുക്കൊരു റെസിപ്പി ഉണ്ടാക്കാം. ഒരു ഗ്ലാസ് റവ, ഒരു കായ നേന്ത്രപ്പഴം, പിന്നെ നമുക്ക് എത്ര വേണ്ട വെച്ചാൽ അതേപോലെ എടുത്താൽ മതി കേട്ടോ. ഞാനൊരു ഗ്ലാസ് റവയാണ് എടുത്തത്. നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് റവ വേവിച്ചെടുക്കാം. അതിലേക്ക് പാലാണ് ഞാൻ ഒഴിക്കുന്നത്. പാലായാലും വെള്ളമായാലും കുഴപ്പമില്ല. ഇത് നന്നായിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. റവ നന്നായിട്ട് വെന്തു. നെയ്യ് ചേർത്തിട്ട് പഴം നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിലേക്ക് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഏലക്കായ പഞ്ചസാരയും കൂടെ പൊടിച്ചത് അതും കൂടെ ചേർക്കാം. 2 അണി ശർക്കര പൊടിച്ചത് ചേർത്ത് നന്നായി ഒന്ന് ഉരുക്കിയെടുക്കാം. ഇനി വഴറ്റി വെച്ച പഴം ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. വേവിച്ച് വെച്ച റവ എടുത്തിട്ട് കയ്യിലൊന്ന് ചെറുതായി പരത്തിയിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച കൂട്ടെടുത്തിട്ട് ഇതിൻ്റെ നടുവിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇതേപോലെ ചെയ്യാം. ഇനി ബാക്കിയും കൂടെ ഇങ്ങനെ ചെയ്യട്ടെ. ഇനി നമുക്കിത് ആവിയിൽ വേവിച്ചെടുക്കാം. റവ കൊണ്ടുള്ള റെസിപ്പി നമുക്കിവിടെ റെഡിയായി. ഇത് കട്ടൻ്റെ കൂടെ ചായൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും കാണണം. ഈ റെസിപ്പി ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. താങ്ക് യു.